Hi friends, let's continue our activities of dream realized. Okay, let's recall and recreate. Now come first one. You are invited to introduce the lesson Dream Realized for an episode 2 telecast by Kite Victors. അല്ലെ നമ്മുടെ വിക്ടേഴ്സ് ചാനലില് ഈ ഡ്രീം റിയലൈസ്ഡിന്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. So, note the major points and prepare your introduction. You may complete the following chart. അല്ലെ അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടൊക്കെ വെറുതെ അങ്ങ് പോയി ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, പോയിന്റ്സുകൾ നോക്കാം. During his visit to England, Gandhiji attended several meetings. ഓക്കെ, ഇംഗ്ലണ്ടിലോട്ടുള്ള ഗാന്ധിജിയുടെ വിസിറ്റിംഗിൽ ഒരുപാട് മീറ്റിങ്ങുകൾ അല്ലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് റിസീവ്ഡ് ഹിം ആസ് എ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. അല്ലെ, ആത്മീയതയുടെ പ്രതിനിധി, ആത്മീയയുടെ ദൂതൻ എന്നൊക്കെയാണ്, ഇന്ത്യയുടെ ആത്മീയതയുടെ പ്രതിനിധി എന്നൊക്കെയാണ് അവിടെയുള്ള ഫ്രാൻസിലെ സ്റ്റുഡൻസ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്തത്. ഗാന്ധിജി അഡ്രസ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. അല്ലെ, ഗാന്ധിജി അവരെന്താ വിളിച്ചത്? സഹപാഠികളെ, കൂട്ടുകാരെ എന്നാണ്. ഓക്കെ, ഹി എക്സ്പോണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ്. അദ്ദേഹം അവിടെ എന്തിനെ കുറിച്ച് വിവരിച്ചു കൊടുത്തു? നോൺ വയലൻസിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. He explained that non-violence was no weapon of the weak but of the strongest. അല്ലെ, അദ്ദേഹം എന്താ അവർക്ക് പറഞ്ഞു കൊടുത്തു? വീക്കായിട്ടുള്ളവരുടെ വെപ്പൺ അല്ല എന്ത് നോൺ വയലൻസ് പറയുന്നത്, പകരം സ്ട്രോങ്ങസ്റ്റ് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരുടെ വെപ്പൺ. സ്ട്രോങ് മീൻസ് ആരോഗ്യവാൻ എന്നല്ല, മനസ്സിന്റെ സ്ട്രോങ് ആണ് കേട്ടോ. മൈൻഡ് സ്ട്രോങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ട്രോങ് നോട്ട് ഇൻ ദ ബേസ് ഓഫ് ദ മസിൽസ്. ഓക്കെ, മസിൽസിന്റെ സ്ട്രെങ്ത് അല്ല, എന്താണ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ വെപ്പണാണ് എന്ന് നോൺ വയലൻസ് എന്ന് പറയുന്നത്. ദെൻ ഹി സെഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് എ ഡെവലപ്പിംഗ് ക്യാരക്ടർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ്? സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. When Charlie Chaplin asked for an appointment, Gandhiji asked his secretary whom he was. അല്ലെ, ഗാന്ധിജി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് ചോദിച്ചു, ഗാന്ധിജിയെ കാണാൻ താല്പര്യം ചാർലി ചാപ്ലിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചു അല്ലെ ആ വ്യക്തി ആരാണെന്ന്. His secretary told him that Chaplin came from the people and lived for the people and that he made millions of. Gandhiji agreed to meet him. അല്ലെ, സെക്രട്ടറി അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു? ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുകയും ചിരിക്ക് കാരണമാക്കുന്ന വ്യക്തി കൂടിയാണ് എന്നറിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ സമ്മതിച്ചു. He proposed to solve unemployment by eradicating മെഷീൻ. അല്ലെ, മെഷീനറി സംവിധാനം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കുറെ തൊഴിലില്ലായ്മ നികത്തിയിരുന്നു. റിയൽ എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഹിം ഈസ് ഡെവലപ്പിംഗ് ക്യാരക്ടർ. യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. ഗാന്ധിജി ഓൾസോ സ്പോക്ക് അബൌട്ട് ദ വുമൺ ഹു പ്ലേഡ് ദ ഹീറോയിക് പാർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. അല്ലെ, ഫ്രീഡം സ്ട്രഗിളില് വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്തിട്ടുള്ള അല്ലെ, വളരെ ഹീറോയിക് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്ത വുമൻസിനെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ചും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. When our organization were declared illegal and those in charge of them put into prison, it was the woman who came to the forefront and filled the jail. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഓർഗനൈസേഷൻസും മറ്റു കാര്യയുടെ മീറ്റിംഗ്സ് ഓർഗനൈസേഷനുകളൊക്കെ ഇല്ലീഗൽ ആക്കിയപ്പോൾ ഒരുപാട് ചാർജുകൾ ചെയ്തിട്ട് ഒരുപാട് പേരെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. ആ ടൈമില് മുൻനിരയിൽ വന്നത് സ്ത്രീകളാണ്, അവരെ കൊണ്ടാണ് ജയിലുകൾ നിറഞ്ഞത് എന്നാണ്. ഐ എം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ് ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയർ സഫറിംഗ്. ഞാനിവിടെ വന്നത് സ്വാതന്ത്ര്യം യാചിക്കാൻ വേണ്ടിയിട്ടല്ല, കഴിഞ്ഞ ഒരു വർഷത്തെ സഫറിങ്ങിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ്. അല്ലെ, ഞങ്ങളുടെ സഹനത്തിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. His idea of independence was that there is no such things as the gift of independence from one nation to another. അല്ലെ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നൽകുന്ന ഒരു സമ്മാനമല്ല സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. Okay, then second one.
Imagine you are one of the women who took part in the freedom struggle. അല്ലെ, ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ നിങ്ങളെ സ്വയം കാണേണ്ടത്. പ്രിപ്പയർ റൈറ്റ് upon the hardship faced by your friends and yourself. അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഫ്രീഡം സ്ട്രഗിളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് കഠിനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവും. അല്ലെ, അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എഴുതാനാണ് പറയുന്നത്. You may begin like this. Gandhiji called to the woman India brought me out of the four walls of my home. അല്ലെ, 4 ചുമരുകൾക്കിടയിൽ നിന്നും പുറത്തു വരാൻ ഗാന്ധിജി ആരോട് പറഞ്ഞു? ഇന്ത്യയിലെ സ്ത്രീകളോട് പറഞ്ഞു. ഗാന്ധിജി അവരെ പുറത്തോട്ട് വിളിക്കുകയാണ് കേട്ടോ. യു മേ ഇൻക്ലൂഡ് എക്സ്പ്രഷൻ. നിങ്ങൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? നോൺ വയലൻസിനെ കുറിച്ച് പറയാം, സ്ട്രോങ് ഹേർട്ടിനെ കുറിച്ച് പറയാം, ബ്രേവറി ധീരതയെ കുറിച്ച് പറയാം, കം ടു ദ ഫോർ ഫ്രണ്ട് നേരെ മുൻനിരയിൽ വന്നു, ഫില്ലഡ് ദ ജയിൽ ജയിലുകൾ നിറഞ്ഞു, ടുക്ക് പാർട്ട് ഓഫ് ദ പൊസിഷൻ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനം. അല്ലെ, ഡിഫൈ ദ ലോ അല്ലെ, നിയമങ്ങളെ എതിർത്തു, ബോർ ലാത്തി ബ്ലോസ് അല്ലെ, ലാത്തി അടികൾ വാങ്ങി, ബ്ലീഡിങ് പ്രൊഫഷണലി എന്താണ് രക്തം ചൊരിഞ്ഞു, സ്റ്റുഡ് അൺഫ്ലിക്റ്റിംഗ്ലി സ്റ്റാൻഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് പിന്നോട്ട് പിന്മാറാതെ നിന്നു, വിത്തൗട്ട് റൈസിങ് എ ലിറ്റിൽ ഫിഗർ എന്താണ് ഒരു ചെറിയ വിരൽ പോലും ഇളക്കാതെ അവിടെ നിന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ആഡ് ചെയ്യാം. നോക്കാം. Gandhiji's call to the woman of India brought me of the four walls of home. I was not aware of the heroic part I had played to during home the freedom struggle. നോക്കാം. ഗാന്ധിജി എന്ത് ചെയ്യണം? 4 മതിലുകൾക്കിടയിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന സ്ത്രീകളാണല്ലോ അല്ലെ. അപ്പൊ അവരോട് ഗാന്ധിജി പറയാണ്, നിങ്ങൾ മുന്നോട്ട് ഇറങ്ങും, മുന്നോട്ട് വരൂ എന്ന് ഗാന്ധിജി പറയാണ്. ഇറ്റ് വാസ് നോട്ട് അവെയർ ഓഫ് ദ ഹീറോയിക് പാർട്ട് ഐ ഹാഡ് ടു പ്ലേ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. എനിക്കറിയില്ലായിരുന്നു ഞാൻ എത്രത്തോളം വലിയൊരു പാർട്ടാണ് ഫ്രീഡം സ്ട്രഗിളിൽ ചെയ്തത് എന്ന്. ബട്ട് the idea of non-violence put forth by Gandhiji attracted me very much. പക്ഷെ ഗാന്ധിജിയുടെ നോൺ വയലൻസ് എന്ന് പറയുന്ന ഐഡിയ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു അല്ലെ, എന്നെ അത് ഒരുപാട് ആകർഷിപ്പിച്ചു. He explained that non-violence was no weapon of the weak but the strongest. The strength was not mere the strength of the muscle. അദ്ദേഹം പറഞ്ഞു, നോൺ വയലൻസ് എന്ന് പറയുന്നത് വീക്ക് ആയവരുടെ വെപ്പൺ അല്ല, അത് സ്ട്രോങ്സ്റ്റ് ആയവരുടെ വെപ്പൺ ആണ്. സ്ട്രോങ്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് മസിൽസിന്റെ സ്ട്രെങ്ത് അല്ല. That strength was not mere the strength of muscle. Okay, to the non-violent man, strength of the muscle is not necessary. ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള അഹിംസയിലൂന്നിയ ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മസിൽസിന്റെ സ്ട്രെങ്ത്തിന്റെ ആവശ്യമില്ല. ബട്ട് എ സ്ട്രോങ് ഹേർട്ട് ഈസ് ആൻ അബ്സല്യൂട്ട് നെസസിറ്റി. എന്താവശ്യമുണ്ട്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹേർട്ട് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. According to him, to be killed in fighting an enemy are act of bravery. അല്ലെ, ഒരു ധീരതയുടെ ഭാഗമായിട്ടാണ് ശത്രുക്കളെ കൊല്ലുന്നതും ശത്രുക്കളാൽ കൊല്ലപ്പെടുന്നതും എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ബട്ട് യു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് യു റിലാക്സ് ഈസ് ഗ്രേറ്റർ ഓഫ് ഫോം ഓഫ് ബ്രേവറി. പക്ഷെ യഥാർത്ഥ ബ്രേവറി എന്ന് പറയുന്നത് ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുക, ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയും അവർക്കെതിരെ എതിർക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്രേവറി, യഥാർത്ഥ ധീരത. No hindrance have been placed in the way of my entering public life. അല്ലെ, പബ്ലിക് ലൈഫിലോട്ട്, പൊതു സമൂഹത്തിലോട്ട് ഇറങ്ങി വരാൻ പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളും അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. For several years, when our organization were declared illegal and those in charge them put into prison, it was the woman who came to the forefront and filled in jail. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓർഗനൈസേഷൻസ്, സംഘടനകളൊക്കെ ഇല്ലീഗലാണെന്ന് പറയുകയും ഒരുപാട് ചാർജുകൾ ഇടുകയും ചെയ്തപ്പോൾ അതിന്റെ ഫോർ ഫ്രണ്ടിലോട്ട്, അതിന്റെ മുൻനിരയിലോട്ട് വന്നത് സ്ത്രീകളും ജയിലുകൾ അവരാൽ നിറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. ഓക്കെ, we came out of our homes in one mass and showed an awakening. അല്ലെ, അവർ പുറത്തോട്ട് കൂട്ടമായിട്ടില്ലേ, ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടമായി പുറത്തോട്ട് വരികയും അവരുടെ ആ ഉയർത്തെഴുന്നേൽക്കൽ which was miraculous, എന്താണ് അത്? ഒരു അത്ഭുതകരമാണ് അല്ലെ. we took part in positions, defined law and bore the lathi blows without raising a little finger. അല്ലെ, ഒരു ചെറുവിരൽ പോലും അനക്കാതെ ലാത്തി ചാർജുകൾക്ക് മുമ്പിലും തല പൊട്ടി ചോര വരുന്നുണ്ട് അല്ലെ, ആ ബ്ലീഡിങ്ങിന് മുമ്പിലും, ബ്ലീഡിംഗ് ആയിട്ടും ലാത്തി ചാർജുകൾക്ക് മുമ്പിലും ലോകളെ എതിർത്തുകൊണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതെ അവർ നിന്നു, പിന്നോട്ട് പോവാതെ. ഓക്കെ,
It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the heart, bleeding profusely while standing fearless, ordering their companions not to move. അത് സരോജിനി നായിഡുയെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലായിരുന്നു. അതെങ്ങനെയുള്ള ആളുകളായിരുന്നു? വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ ആളുകളായിരുന്നു. അവരാണ് അത്തികളുടെ അടികൾ വാങ്ങിക്കൂട്ടിയതും ബ്ലഡ് ഒഴുകിയിട്ടും നെറ്റിയിലൂടെ ബ്ലഡ് ഒഴുകിയിട്ട് പോലും പിന്നോട്ട് പോവാതെ സ്റ്റാൻഡായിട്ട് അവിടെ നിന്നുകൊണ്ട് കമ്പാനിയൻസിനോട് കൂടെ പിറകോട്ട് പോവരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, വി ഹാഡ് വൺ ആൻഡ് ഓൺലി വൺ goal before us, the independence of India. അല്ലെ, നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമുള്ളൂ. അതെന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. Then third one, imagine that Gandhiji is interviewed by some of the French students who organized the reception. റിസപ്ഷൻ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഒരു റിസപ്ഷൻ ഒക്കെ വെച്ച് ഗാന്ധിജി പോയില്ലേ. അപ്പൊ അവിടെ ചെന്നിട്ട് ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്യാണ് ചില കുട്ടികൾ കേട്ടോ. ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദേ വുഡ് ആസ്ക്. അല്ലെ, അപ്പൊ ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, പഠിക്കുക നന്നായിട്ട് കേട്ടോ. ഫസ്റ്റ് വൺ, why do you believe non violence is a strong weapon? എന്താണ് താങ്കൾ നോൺ വയലൻസ് ഒരു സ്ട്രോങ് വെപ്പൺ ആണെന്ന് തീരുമാനിച്ചത്? അല്ലെ, എന്തുകൊണ്ടാണ് അതൊരു സ്ട്രോങ് വെപ്പൺ ആയിട്ട് താങ്കൾക്ക് തോന്നിയത്? The second, what is true education in your opinion? എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം താങ്കളുടെ അഭിപ്രായത്തിൽ? What are the qualities of a good leader? ഒരു യഥാർത്ഥ ലീഡറിന്റെ അല്ലെ, യഥാർത്ഥ ലീഡറിന്റെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? How can you stay strong during hard times? അല്ലെ, വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ, ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾ സ്ട്രോങ് ആയിട്ട് നിന്നത്? Would you give an example of the positive result brought by non-violence? അല്ലെ, നോൺ വയലൻസിലൂടെ കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്നാണ്. വാട്ട്സ് ദ റോൾ ഓഫ് വുമൺ ഇൻ ഇന്ത്യസ് ഫ്യൂച്ചർ? ഇന്ത്യയുടെ ഫ്യൂച്ചറിൽ സ്ത്രീകളുടെ റോൾ എന്താണ് എന്നാണ് ചോദ്യം. ഹൗ ക്യാൻ സ്റ്റുഡൻസ് ഹെൽപ്പ് വിത്ത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഫ്രീഡം? ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിന് സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ കഴിയുക? വാട്ട് ഇസ് യുവർ മെസ്സേജ് ഫോർ യങ് പീപ്പിൾ? യങ് പീപ്പിൾസിനുള്ള എന്ത് മെസ്സേജാണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത്? വാട്ട് ഡു യു തിങ്ക് ഇന്ത്യ ഷുഡ് ബി ലൈക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയെ കുറിച്ച് താങ്കൾ എന്താണ് കരുതുന്നത്? അത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഫോർത്ത് വൺ, അതെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാണ്. അത് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ചാപ്റ്ററായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇനിയും അല്ലേ, അതിന് എന്തൊക്കെ ഉണ്ട്? സ്വയം പര്യാപ്തത ഒരു രാജ്യം കൈവരിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഒക്കെ ചോദിക്കാം കേട്ടോ. ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒക്കെ പുറത്തുനിന്നാവരുത്, ചാപ്റ്ററായിട്ട് ബേസ് ചെയ്ത് ചാപ്റ്ററിൽ പറയുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങള്, അതുപോലെ ഈ സ്വയം പര്യാപ്തതയെ കുറിച്ച് പറയുന്നത്, സ്വഭാവ രൂപീകരണത്തെ കുറിച്ച്, ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെന്ന് പേപ്പർ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, Gandhiji's secretary informed him that Chaplin wishes to meet him. അല്ലെ, ഗാന്ധിജിയുടെ സെക്രട്ടറി ചാപ്ലിൻ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. As Gandhiji does not know Chaplin, the secretary tell him about Chaplin. That the likely conversation between Gandhiji and secretary. അല്ലെ, കോൺവെർസേഷൻസ് എന്നും വളരെ ഇമ്പോർട്ടൻസ് ആണ്. ബുക്കുള്ളത് വരണമെന്നില്ല, പുറമെ വേറെയും വരും. പക്ഷെ എന്തായിരിക്കും, ഒരു ചെറിയ ബന്ധം ഉണ്ടാവും. ചിലപ്പോൾ 1-2 ലൈൻസ് ഒക്കെ മാറ്റുമ്പോൾ തന്നെ അത് തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടാവും. സോ കോൺവെർസേഷൻ ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇതില് കോൺവെർസേഷൻ. ഓക്കെ, അപ്പൊ സെക്രട്ടറിയും അദ്ദേഹവും തമ്മിൽ ചാപ്ലിൻ കാണണമെന്ന് പറഞ്ഞപ്പോ നടന്നിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഫസ്റ്റ് വൺ, സെക്രട്ടറി, സാർ, മെനി സെലിബ്രിറ്റീസ് വുഡ് ലൈക്ക് ടു മീറ്റ് യു. വൺ ഓഫ് ദ മിസ്റ്റർ ചാപ്ലിൻ. സാർ, താങ്കളെ കാണാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ആഗ്രഹിക്കുന്നു, അതിലൊരാളാണ് ചാർലി ചാപ്ലിൻ. ഗാന്ധിജി, ഹു ഇസ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ? ആരാണ് ചാർലി ചാപ്ലിൻ? സെക്രട്ടറി, ഡോണ്ട് യു നോ? താങ്കൾക്ക് അറിയില്ലേ? ഹി ഈസ് വെൽ നോൺ കോമഡിയൻ. അദ്ദേഹം ഒരു വലിയൊരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന കൊമേഡിയൻ ആണ്. ഹീസ് ഹാസ്യനാണ് കേട്ടോ. ഹി ഈസ് വേൾഡ് ഫേമസ്. വളരെ ലോകത്ത് മുഴുവൻ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഗാന്ധിജി, ഹെ കൊമേഡിയൻ? ഐ ഡോണ്ട് വിഷ് ടു മീറ്റ് യു. അല്ലെ, ഒരു കൊമേഡിയനോ? എനിക്ക് കാണാൻ താല്പര്യമില്ല. സെക്രട്ടറി, ബട്ട് സാർ, പക്ഷേ
He comes from the common people and lives for the people. അദ്ദേഹം സാധാരണക്കാരിൽ നിന്നും വന്നതാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഓക്കെ, ഗാന്ധിജി വാട്ട് ഡസ് ഹി ഡു? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹി ഹാസ് മെയ്ഡ് മില്യൺസ് നോ ഫോർഗെറ്റിംഗ് ദെയർ വറീസ്. അല്ലെ, ഒരുപാട് പേര് ആളുകളുടെ ടെൻഷൻസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മറന്ന് അദ്ദേഹം ചിരിപ്പിക്കുകയാണ് അവരെ. അല്ലെ, അതൊക്കെ ഒരുപാട് സഫറിങ്സ് ആയിരുന്നു ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ടൈമിൽ ഈ ചാർലി ചാപ്ലിന്റെ കോമഡികളൊക്കെ കണ്ട ഒരുവിധം എല്ലാവരും അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് കുറച്ചു നേരത്തേക്ക് വേണ്ടിയിട്ട് ചിരിക്കും. ചാർലി ചാപ്ലിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും കണ്ടാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറെ നേരം കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകട്ടോ. ആദ്യമൊക്കെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി, പിന്നെ കാണുമ്പോൾ നമ്മള് അഡിക്റ്റ് ആയിട്ട് മാറും. ഈവൻ ഈ ഒരു ടൈമിൽ വരെ നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ ആളുകൾ അനുഭവിച്ച് ദുരന്തവും പ്രോബ്ലംസിനൊക്കെ പ്രശ്നങ്ങൾക്കും ഫ്രീഡംസിനും ആ ഒരു ടൈമിലാണ് ഇത് വന്നിട്ടുള്ളത്, ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഫിലിംസ്. അപ്പൊ ആ ടൈമിൽ അവരുടെ വെറീസും ടെൻഷൻസും ഒക്കെ മറന്ന് അവർക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് മില്യൺസ് ഓഫ് പീപ്പിൾസിന്. ഓക്കെ, ഗാന്ധിജി it so then I will surely meet him. ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മീറ്റ് ചെയ്യും. സെക്രട്ടറി, താങ്ക് യു സാർ, ഷാൾ ഐ ഫിക്സ് അപ്പോയിന്റ്മെന്റ്? ഞാൻ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യട്ടെ, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യട്ടെ? അപ്പൊ ഗാന്ധിജി ഷുവർ, ലെറ്റ് മീ നോ ദ ഡേറ്റ് ആൻഡ് ടൈം. അല്ലെ, നമുക്ക് ടൈമും ഡേറ്റും ഫിക്സ് ചെയ്യാം. ഓക്കെ, ദെൻ സിമ്പിൾ കോൺവെർസേഷൻ ആണ് കേട്ടോ. അടുത്തത്, ഇമാജിൻ ചാപ്ലിൻ റൈറ്റ്സ് എ ലെറ്റർ ടു ഫ്രണ്ട് റെഫറിംഗ് ടു ദ വേ ഹി വാസ് ഇൻസ്പയർഡ് ബൈ ഗാന്ധിജി ടു സെർവ് സൊസൈറ്റി. ഡ്രാഫ്റ്റ് ലൈക്ലി ലെറ്റർ. അല്ലെ, അപ്പൊ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആര്? ചാപ്ലിൻ ഗാന്ധിജിയൊക്കെ കണ്ട് ഗാന്ധിജിയെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഭയങ്കര മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയതിന്റെ റീസണൊക്കെ ഗാന്ധിജി പറഞ്ഞു കൊടുത്തപ്പോ കൂടുതൽ ഗാന്ധിജിയോട് റെസ്പെക്റ്റും ഇൻസ്പിറേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗാന്ധിജിയിൽ നിന്ന് ഒരുപാട് പ്രചോദനമൊക്കെ ലഭിച്ചപ്പോ അദ്ദേഹം ഒരു ലെറ്റർ എഴുതാണ് ഫ്രണ്ടിന്. ഓക്കെ, നോക്കാം. ലെറ്ററിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, ഫോർമാറ്റിന് തന്നെ മാർക്ക് ഉണ്ട്. അല്ലെ, ഉള്ളിലുള്ള കണ്ടന്റിനും അതിലെ കൂടുതൽ ഫോർമാറ്റിനാണ് ഇമ്പോർട്ടൻസ് പലപ്പോഴും ലെറ്ററിന് വരുന്നത്. നോക്കാം. ഫ്ലാറ്റ് 15 Haddington Run of the Dead Comics Society, London. അല്ലെ, ഓക്കെ, അഡ്രസ് ആണ്. ഓക്കെ, ദെൻ 5 July 2024. ദെൻ ഡേറ്റ് ചെയ്തും ദെൻ ഫ്രണ്ടിനായതുകൊണ്ട് തന്നെ ഡിയർ റിച്ചാർഡ്. അല്ലെ, ഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ ഫ്രണ്ട്സിനൊക്കെ അയക്കുമ്പോൾ നമുക്ക് എന്തും പറയാം. ഓക്കെ, ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഹെയിൽ ആൻഡ് ഹെൽത്തി. എന്താ ഹെയിൽ ആൻഡ് ഹെൽത്തി പറഞ്ഞാല്? ആരോഗ്യവാനും സന്തോഷവാനുമായിരിക്കുന്നു താങ്കൾ ഈ ലെറ്റർ കിട്ടുമ്പോൾ എന്നാണ് വിചാരിക്കുന്നത്. അല്ലെ, ഹെയിലി പറഞ്ഞപ്പോ ആരോഗ്യവാനാണ്, ഹേർട്ട്ലി മീൻസ് സന്തോഷം. അല്ലെ, പണ്ട് നമ്മൾ ഹവാർ യു ചോദിച്ച് അതൊക്കെ ഒരു വളരെ ലോ ക്ലാസ് LP സെക്ഷനിലോട്ടൊക്കെയാണ് ഇപ്പൊ ഈ ഹവാറിയും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അല്ലെ, അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒക്കെ വലിയ കുട്ടികളാകുമ്പോൾ 9th എത്തുമ്പോൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വേർഡ്സ് ഒക്കെ തുടക്കത്തിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാം. ഇതല്ല, ഏത് ലെറ്റർ ആണെങ്കിലും ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് ചോദിക്കാം. ഹവാറയൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഹെയിൽ ആൻഡ് ഹേർട്ടി. ഓക്കെ, അടുത്തത്, ഹാവ് യു ഹേർഡ് ഓഫ് മിസ്റ്റർ ഗാന്ധി ഹൂ ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ? നീ കേട്ടിട്ടുണ്ടോ ഗാന്ധിജിയെ കുറിച്ച്? ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിൾ ഇങ്ങനെ നയിക്കുന്ന ഗാന്ധിജിയെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ലാസ്റ്റ് വീക്ക് ഐ ഗോട്ട് എ ചാൻസ് ടു മീറ്റ് ഹിം ഇൻ എ പേഴ്സൺ. എനിക്ക് ഈ ലാസ്റ്റ് വീക്കില് അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം കിട്ടി. ഹി ഈസ് റിയലി ആൻ ഓസം പേഴ്സണാലിറ്റി. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ്. ഐ വാസ് വണ്ടറിങ് വൈ ഹി വാസ് അഗെയിൻസ്റ്റ് മിഷണറി. അദ്ദേഹം മിഷണറിക്ക് എതിരെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ, മൈ ക്വസ്റ്റ്യൻസ് ഡിലൈറ്റഡ് ഗാന്ധിജി. എന്റെ ചോദ്യം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. ആൻഡ് ഹി എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് ഹി വാണ്ടഡ് ടു റിസോർ ദ പേഴ്സൺസ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഹു ആർ സഫറിംഗ് ഔട്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഞാനത് ചോദിച്ചപ്പോൾ അതെന്താന്ന് മറുപടി ഉണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. അല്ലെ, അവരെ തിരിച്ചു കൊണ്ടുവരുന്നതും അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഗാന്ധിജിക്ക് കഴിയില്ല. അപ്പൊ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി മിഷണറി ഒഴിവാക്കിയത് എന്നാണ് പറഞ്ഞത്. ഹി സെഡ് ദാറ്റ് എവരി നാഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ്. അല്ലെ, അദ്ദേഹം പറഞ്ഞു എല്ലാ രാജ്യവും നിർബന്ധമായിട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഡ്രസ്സിന്റെ കാര്യത്തിലും സ്വയം പര്യാപ്തത നേടിയിരിക്കണം. ഇന്ത്യ വാസ് വൺസ് സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗൈൻ. ഇന്ത്യ എന്താണ്? സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ആവും. ഹിസ് വ്യൂസ് അബൌട്ട് സെർവിംഗ് ദ സൊസൈറ്റി ഇൻഫ്ലുവൻസ് മീ ടു.
ഇൻഫ്ലുവൻസ് മീ എ ലോട്ട് അല്ലെ. അദ്ദേഹത്തിന്റെ സൊസൈറ്റിയോടുള്ള സെർവിങ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഐ ടു വാണ്ട് ടു ഡു സംതിങ് ടു ഹെൽപ്പ് നീഡി ടു അവർ സൊസൈറ്റി. എനിക്കും അങ്ങനെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. വി വിൽ പ്ലാൻ സംതിങ് വെൻ വി മീറ്റ് നെക്സ്റ്റ് ടൈം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ, സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ, ആളുകളെ സേവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് അടുത്ത തവണ കാണുമ്പോൾ. ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മൾ നേരിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെ. ഈ ഡയലോഗും എവിടേക്കും എടുത്തെറിയാൻ കഴിയും അല്ലെ. എന്താണ്? ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ അല്ലെ. എത്രയും പെട്ടെന്ന് നമ്മൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി അല്ലെ. എന്റെ അന്വേഷണം നിന്റെ കുടുംബത്തെ അറിയിക്കണം, വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയണം എന്നാണ് ആ ഡയലോഗ്. ഓക്കെ. ലെറ്റ് മീ ക്യാപ് മൈ പെൻ അല്ലെ. ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലെ എന്ന് സ്നേഹത്തോടെ. ഇതൊക്കെ പുതിയ പുതിയ വേർഡുകളാണ് കേട്ടോ. എന്നും ഞാൻ നിർത്തട്ടെ, ഞാൻ നിർത്താൻ പോകുന്നു, ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഒക്കെ ആകുമ്പോൾ ആ പേപ്പർ നോക്കുന്ന ആൾക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും അല്ലെ. എന്നും ഈ ഹവാറയും നീ എത്രയോ അങ്ങനെയുള്ള പല പല ഡയലോഗ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കി പുതിയത് ഇങ്ങനെ എടുത്തിടുക കേട്ടോ. അപ്പോ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി, എന്റെ അന്വേഷണം ഫാമിലിയോട് പറയാ. ലെറ്റ് മീ ക്യാപ് മൈ പെൻ, എന്റെ പെന്നിലേക്ക് അടപ്പിടട്ടെ പറഞ്ഞാൽ എന്താ? ഞാൻ നിർത്തുന്നു എന്നർത്ഥം. യുവേഴ്സ് ലവ്ലിംഗ്ലി ചാപ്ലിൻ. ക്ലിയർ? Then 6-1. Gandhiji addressed the masses on various occasions and delivered persuasive speeches that inspired millions of people. Some people are talented public speakers with the gift of the gab. They do not need any preparation to deliver speech, but some others may need a script. നമ്മൾ സ്പീച്ച്, പ്രസംഗം പറയുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയൊക്കെ ഇപ്പോൾ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ ഒരു സ്ക്രിപ്റ്റിന്റെ ഒന്നും ആവശ്യം പ്രിപ്പയർ ചെയ്യില്ല. അവിടെ ചെല്ലുമ്പോ എന്തുദ്ഘാടനത്തിനാണ് വിളിച്ചത്, അപ്പൊ എന്തിനെ കാര്യമാണെന്ന് ഒന്നും തിരിഞ്ഞു നോക്കും. അപ്പൊ അതിനെ കുറിച്ച് അങ്ങ് ഘോരഘോരമായിട്ട് അങ്ങ് പ്രസംഗിക്കും. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും, നന്നായിട്ട് പേപ്പർ വർക്ക് ചെയ്യും, നന്നായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തയ്യാറാക്കി അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിക്ക് പഠിച്ചിട്ടാണ് ചില ആളുകൾ പോയി സ്പീച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ സം പീപ്പിൾസ് അതർ മേ നീഡ് സ്ക്രിപ്റ്റ്. ചില ആളുകൾ സ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. If you get an opportunity to deliver speech at the school assembly on Gandhi Jayanti, how will you prepare a script? ഗാന്ധി ജയന്തിക്ക് സ്കൂളിൽ ഒരു പ്രസംഗ അസംബ്ലിയിൽ പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ, എന്തായാലും നമ്മൾ എന്തായാലും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമല്ലോ അല്ലെ. അപ്പൊ എങ്ങനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കും? ലെറ്റ്സ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് ഹൈലൈറ്റിംഗ് ഗാന്ധിജി ഐഡിയ ഓഫ് നോൺ വയലൻസ്, ഹിസ് അഡ്മിറേഷൻ ഓഫ് ദ വുമൺ ഫ്രീഡം ഫൈറ്റേഴ്സ്, ഹിസ് കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എക്സെട്ര അല്ലെ. പറയുമ്പോ വെറുതെ കയറി പറഞ്ഞിട്ട് കാര്യമില്ല, ചാപ്റ്റർ ആയിട്ട് ബന്ധം വേണം അല്ലെ. വെറുതെ ഗാന്ധി ജയന്തിനെ കുറിച്ച് പറയാനല്ല പറയുന്നത്. നമ്മുടെ ഡ്രീം റിയലിസ്റ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നും കൂടെ ആ സ്പീച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. ഹിസ് അഡ്മിറേഷൻ ഓഫ് ദ വുമൺ ഫ്രീഡം, അതിനെ കുറിച്ച് പറയാം. ഫൈറ്റേഴ്സിനെ കുറിച്ച്, നോൺ വയലൻസ്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനോടുള്ള കൺസെപ്റ്റ് അല്ലെ, സ്വതന്ത്ര ഇന്ത്യയുടെ കുറിച്ചുള്ള കൺസെപ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ നോക്കാം. അപ്പോ സ്പീച്ച് ഫോർ ഗാന്ധി ജയന്തി ആൻഡ് സ്കൂൾ അസംബ്ലി അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഓരോ സ്പീച്ചിലും എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് ഈ സ്പീച്ച്. നോക്കാം. സാല്യൂട്ടേഷൻ ആണ് തുടക്കത്തിൽ, അത് നിർബന്ധമാണല്ലോ അല്ലെ, അതില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് എവരി വൺ, ഹോണറബിൾ dignitaries and of the days and respected principal teachers and my dear friends അല്ലെ. നിങ്ങൾ അസംബ്ലിയിൽ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എന്നുള്ളത് അറിയാം. ഗുഡ് മോർണിംഗ് എവരി വൺ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, ഇത്രയാണ് സാലുട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്. അടുത്തത് ആ ടോപ്പിക്കിലോട്ട് കടക്കും അല്ലെ. ടുഡേ ഇത് എഴുതണ്ട കേട്ടോ, ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതാണ്. ഇത് ഇൻട്രൊഡ്യൂസിങ് ടോപ്പിക് ആണ് എന്നുള്ളത് കേട്ടോ. Then today as we gather to celebrate Gandhi Jayanti, it is essential to remind ourselves to the significant contribution of Mahatma Gandhi. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഈ വേളയിൽ തീർച്ചയായും നമ്മൾ ആരെ കുറിച്ച് ഓർക്കണം? മഹാത്മാഗാന്ധി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തീർച്ചയായിട്ടും ഓർക്കണം. ഹിസ് അൺവേറിംഗ് കമ്മിറ്റ്മെന്റ് ടു നോൺ വയലൻസ് ആൻഡ് ദ വാല്യുബിൾ എഫേർട്ട് ഓഫ് അവർ വാല്യുബിൾ എഫേർട്സ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മുന്നോട്ട് തളരാതെ, ഒട്ടും തന്നെ പിന്മാറാതെ മുന്നോട്ട് പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ നോൺ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു അഹിംസയും അതിന്റെ ഇൻവാല്യുബിൾ എഫേർട്ടും, അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം
അല്ലെ, ഇൻവാല്യുബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എഫേർട്സുകളും ഇൻ അവർ വുമൺ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇൻ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ദി ഇൻഡിപെൻഡൻസ്, അല്ലെ, ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വുമൺ ഫൈറ്റേഴ്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് നമ്മൾ തീർത്തും എന്ത് ചെയ്യണം, ഓർക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ദെൻ ബോഡി ഓഫ് ദ സ്പീച്ച്, അല്ലെ, അടുത്തത് സ്പീച്ചിന്റെ മെയിൻ പാർട്ടിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കടന്നു. ദെൻ മഹാത്മാഗാന്ധി, ഫോൺലി നോൺ ആസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ, ഈസ് റിനോൺഡ് ഫോർ ഹിസ് ഫിലോസഫി ഓഫ് നോൺ വയലൻസ്, അഹിംസ, അല്ലെ, അദ്ദേഹത്തിന്റെ നോൺ വയലൻസ് ഓർ അഹിംസ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ഫാദർ ഓഫ് നാഷൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. He believed that true strength lies not in a physical power but in the strength of the heart, അല്ലെ, മസിൽസിന്റെ സ്ട്രെങ്ത് അല്ല യഥാർത്ഥ ധീരത എന്ന് അദ്ദേഹം പറയുന്നു, മറിച്ച് എന്താണ്, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഹേർട്ട് ആണ്, അല്ലെ. Gandhiji taught us that non-violence is the weapon of the strong, powerful tool to bring out the social and political change without restoring the violence, അല്ലെ, വയലൻസിന് പകരമായിട്ട് എന്ത് ചെയ്യാം, വയലൻസിന് പകരമായിട്ട് സോഷ്യൽ പൊളിറ്റിക്കൽ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാം, ഏത് വെപ്പൺ യൂസ് ചെയ്തിട്ടാണ്, ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ കഴിയുന്നത്, നോൺ വയലൻസ് എന്ന് പറയുന്ന വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്, സോഷ്യലായിട്ടും എല്ലാ രീതിയിലോട്ടുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ഓക്കെ, Gandhiji admiration for women freedom fighters was profound. He often highlighted their courage and resilience, recognizing their crucial role in the independence movements. ഗാന്ധിജി പിന്നീട് അവിടെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൽ പങ്കെടുത്തിട്ടുള്ള വുമൻസിന്റെ, അല്ലെ, അവരെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഡിറ്റർമിനേഷൻ മൈൻഡും അവരുടെ അഡ്മിറേഷൻസ് കാര്യങ്ങളൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. Women like Sarojini Naidu, Kasturba Gandhi and the many unlighted women stood at the forefront bearing lathi blows and filling the jail, showcasing incredible bravery and determination. അല്ലെ, ഒരു വുമൻസില് സരോജിനി നായിഡു പോലെയുള്ള ആളുകൾ മാത്രമല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തയും ഒരുപാട് ആളുകൾ അതിന്റെ മുൻനിരയിൽ വരികയും അവരുടെ ധീരതയും ഡിറ്റർമിനേഷൻ മൈൻഡും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലാത്തികൾക്ക് മുമ്പിൽ, ലാത്തികൾ വീശി ലാത്തികൾക്ക് മുമ്പിൽ അടി വാങ്ങി നിന്ന് ജയിലുകൾ അവരെ കൊണ്ട് നിറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും അവര് പിന്തിരിഞ്ഞിട്ടില്ലായിരുന്നു. Gandhiji's concept of independence was not merely about the political freedom from British rule, അല്ലെ, ബ്രിട്ടീഷ് റൂളിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം വാങ്ങുക എന്ന് മാത്രം അല്ല ഗാന്ധിജിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. He envisions a self-reliant and self-sufficient India, അല്ലെ, അദ്ദേഹം പറയുന്നത് സ്വയം പര്യാപ്തത നേടിയ, അല്ലെ, സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത നേടിയ ഒരു ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വേർ എവരി ഇൻഡിവിജ്വൽ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ലീവ് വിത്തൗട്ട് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്, അല്ലെ, അവിടെ ഇന്ത്യയില് എല്ലാ വ്യക്തികൾക്കും സ്വന്തമായിട്ടുള്ളൊരു അഭിമാനത്തോടെയും സ്വന്തമായിട്ട് വളരെ ബഹുമാനത്തോടെയും ജീവിക്കാൻ പറ്റണം. ഹിസ് എംഫസൈസ് ഓൺ ദ സ്പിന്നിംഗ് വീൽ സിംബലൈസ് ദ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്, ഏർജിങ് അസ് ടു എംബ്രേസ് അവർ റൂട്ട്സ് ആൻഡ് സപ്പോർട്ട് ലോക്കൽ ഇൻഡസ്ട്രീസ്, അല്ലെ, അദ്ദേഹത്തിന്റെ മിഷനറി യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്പിന്നിംഗ് വീൽ യൂസ് ചെയ്യുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസിനെയും അതുപോലെ നമ്മുടെ സ്വയം പര്യാപ്തതയെയും കുറിച്ച് കാണിക്കുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ലോക്കൽ ഇൻഡസ്ട്രീസിനെയും പ്രസൻസിനെയും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് അതിലൂടെ കാണാം. As we reflected on Gandhiji's teaching today, let us remember the power of non-violence and the importance of standing up for what is right with a strong heart, unwavering determination. ഇങ്ങനെയുള്ള അല്ലെ, unwavering determination പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത, അല്ലെ, തീരുമാനങ്ങൾ, മനസ്സ് പതറാത്ത തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ സ്ട്രോങ് മൈൻഡും അദ്ദേഹത്തിന്റെ നോൺ വയലൻസ് കൺസെപ്റ്റും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഗാന്ധിജിയെ കുറിച്ച് ടീച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് കാണാൻ സാധിക്കുന്നതാണ്. Let's also pay tribute to the countless women who contributed to our freedom struggles, inspiring with us courage and sacrifice, അല്ലെ, ഒരുപാട് ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് വുമൻസ് ഉണ്ട്. അതും നമുക്ക് എന്താണ്, ഇൻസ്പിറേഷൻ ആണ്, അല്ലെ, അവരനുഭവിച്ച സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അവരുടെ ത്യാഗം, ജീവിത ത്യാഗവും അവരുടെ ആ ഒരു ധൈര്യത്തെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ.
then conclusion part. നോക്കാം, അടുത്തതൊരു സ്പീച്ച് ആകുമ്പോൾ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും അല്ലെ. ഇൻ കൺക്ലൂഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ അവസാനമായി ഗാന്ധിജി ഐഡിയസ് കണ്ടിന്യൂ ടു ഗൈഡ് us, reminding of the importance of non-violence, self-reliance and the significant contributions of women in our society. അല്ലെ, ഗാന്ധിജിയുടെ ഇത് നമ്മളെ ഇപ്പോഴും എന്തോ ഓർമ്മിപ്പിക്കണം, അത് നമ്മുടെ നോൺ വയലൻസ് ഇമ്പോർട്ടൻസ് അല്ലെ, അഹിംസയുടെ ഇമ്പോർട്ടൻസ്, സ്വയം പര്യാപ്തതയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ വുമൻസിന് സൊസൈറ്റിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം. Okay, let us strive to upload these values in our daily life and work towards building just an equitable world. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗാന്ധിജിയുടെ ഈ എല്ലാ വാല്യൂസും മൂല്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാം മുന്നോട്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു ബിൽഡിംഗ്, നല്ലൊരു ഇന്ത്യയെ പണിതെടുക്കാം. അതുപോലെ വളരെ എല്ലാവരും ഈക്വൽ ആയിട്ട് ജീവിക്കുന്ന, എല്ലാവരും സമത്വത്തോടെ ജീവിക്കുന്ന നല്ലൊരു ഇന്ത്യയെ പണിതെടുക്കാൻ ഗാന്ധിജിയുടെ എല്ലാ വാല്യൂസും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. താങ്ക് യു എന്നാണ് പറയുന്നത്. ഓക്കെ, then let's play with words. Read the following story. അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റോറി തരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാം. ഒരു വലിയ അത്യാവശ്യം തെറ്റില്ലാത്തൊരു സ്റ്റോറിയാണ്. അപ്പൊ അത് വായിച്ചിട്ട് വേണം അടുത്ത കാര്യത്തിലോട്ട് കിടക്കാൻ. നോക്കാം. A country was one well known for its abundant riches and prosperity. It was all because of the king's wise minister who had excellent idea of the administration and governance. But soon a war broke out with the neighboring land, which made everyone war weary for years. The king and his people wanted to find a way out. അല്ലെ, നമുക്ക് നോക്കാം, ഇതിലുള്ള ടഫ് ആയിട്ടുള്ള വേർഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. The king expounded the need to bring the war to an end by signing to a treaty of friendship. The countries all agreed, but the wise minister knew that the enemies would defy the proposal for the friendship and that they would continue to fight and even retaliate against the insult of them. അല്ലെ, അതിപ്പോ ഒരു രാജ്യം അതിന്റെ യുദ്ധം, അതിന് കോംപ്രമൈസിന് പോകുന്നതും അതിന് ഓപ്പോസിറ്റുള്ള ടീംസ് വേണ്ട എന്ന് പറയുന്നതും ഒക്കെയാണ് കേട്ടോ. However, the king wanted to give it try and decided to send a message to the enemy king, expecting miraculous change in his attitude. He drafted the message addressing the enemy king, precisely expressing his wish for friendship. The messenger presented himself in the royal court of the enemy king. He unlettered enemy king could not read the message. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അവർ ഓക്കെ പറഞ്ഞ് അവർ തിരിച്ചു വിട്ടു. പക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത രാജാവിന് അത് വായിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റോറി അല്ലെ. മറ്റൊരു എനിമിയായിട്ടുള്ള രാജാവ്, ശത്രു രാജാവ് യുദ്ധം പ്രഖ്യാപിച്ച് അപ്പൊ ഇവര് വാറിന് വേണ്ട സമാധാനത്തിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വെച്ചു. അപ്പോ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വിഷ് ചെയ്തിട്ട് ഒരു പേപ്പർ അയച്ചു. പക്ഷെ അത് വായിക്കാൻ നമ്മുടെ അൺലെറ്റേഡ് എനിമി കിങ്ങിന് സാധിക്കില്ലായിരുന്നു ആ മെസ്സേജ്. ഓക്കെ, ഇത്രയാണ് കേട്ടോ നമ്മുടെ കഥക്കല്ല ഇമ്പോർട്ടൻസ്. നോക്കാം. തിങ്കിങ് ദാറ്റ് ഇറ്റ് വാസ് അനദർ കോൾ ഫ്രം ബാറ്റിൽ ആൻഡ് ദ foolish king ordered scores of soldiers to be sent to the battlefield. The messenger returned to his king and informed him about the attack that was sure to come. The king was surprised, but unflinching ordered his troops to be prepared. The actions of the enemy king testified the wise predictions of the minister. ഓക്കെ, അപ്പൊ അത് വായിക്കാൻ മനസ്സിലാവാത്ത രാജാവ് എന്ത് ചെയ്തു, പടയാളികളെയും കൊണ്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ രാജാവ് നെറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. ഡിഡ് യു എൻജോയ് റീഡിംഗ് ദി സ്റ്റോറി? ക്യാൻ യു ഫൈൻഡ് വേർഡ്സ് ദാറ്റ് യു ഹാവ് എൻജോയ്ഡ് ദ മൈ വേർഡ്സ് ലിസ്റ്റ് ഇൻ ദാറ്റ് സ്റ്റോറി ടു? അല്ലെ, ഇതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പം ഇത്രന്ന് വായിച്ചത്. നിങ്ങൾ നന്നായിട്ട് വായിക്കട്ടോ, അതിന്റെ മീനിങ്ങിനുള്ള ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ കുറച്ച് നല്ല നല്ല വേർഡ്സ് കാണും നിങ്ങൾക്ക് അല്ലെ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. ആ വേർഡ്സ് അതിൽ നിന്ന് എടുത്ത് എഴുതി വെക്കാനാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ മീനിങ്ങും പഠിക്കാൻ നോക്കാം. വേർഡ് എക്സ്പൗണ്ട് എന്താണ്? ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. എക്സ്പൗണ്ടഡ് മീൻസ് എന്താ? ടു എക്സ്പ്ലെയിൻ സംതിങ് ഇൻ ഡീറ്റെയിൽ. എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിച്ച് പറയാ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ. ഓക്കെ. ഡെഫി മീൻസ് എന്താണ്? ധിക്കരിക്കുക, എതിർത്ത് പറയാ അല്ലെ. ടു ഡിസോബേ അല്ലെ, അനുസരിക്കാതിരിക്കുക എന്നർത്ഥത്തിൽ. Okay. Retaliate, to respond to harmful act in the same manner. അല്ലെ, തിരിച്ചടിക്കുക അല്ലെ. അപ്പൊ നോ റിറ്റാലിയേറ്റ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചത്, തിരിച്ചടിക്കാതിരിക്കുക എന്നുള്ളതാ കേട്ടോ. റിറ്റാലിയേറ്റ് പറഞ്ഞാൽ തിരിച്ചടി. ഓക്കെ, ദെൻ മിറാക്കുലസ് എപ്പോഴും കേൾക്കുന്നതാണ് വണ്ടർഫുൾ എന്നൊരർത്ഥം കേട്ടോ. എന്താണ് വണ്ടർഫുൾ? അത്ഭുതകരം എന്നൊരർത്ഥം. ദെൻ അൺലെറ്റേർഡ് മീൻസ് എന്താണ്? അൺഎഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ.
വാർ വിയറി മീൻസ് എന്താണ്? ഡാമേജ്ഡ് ബൈ വാർ, യുദ്ധത്തിൽ അനുഭവിച്ച ദുരന്തം അനുഭവിച്ചവർ. അൺഫ്ലഞ്ചിങ്ലി പറഞ്ഞാൽ എന്താണ്? എ ഫിയർലെസ് മാനർ, അല്ലെ, സ്ട്രോങ് ആയിട്ട് നിൽക്കുക കേട്ടോ. Then second one, Gandhiji is referred to as the spiritual ambassador of India in Dreams Realized. അല്ലെ, അദ്ദേഹത്തെ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഡ്രീം ലൈസിൽ കാണിക്കുന്നത്. Identify similar expressions from the passage that describe a person, place or any event system. അല്ലെ, അതുപോലെ അദ്ദേഹത്തെ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സെന്റൻസ് അതിൽ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും, ആളുകളെയോ അല്ലെങ്കിൽ സ്ഥലത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില വേർഡുകളൊക്കെ അതിലുണ്ടാവും. നോക്കാം. എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വേഴ്സ്, അല്ലെ, അന്ധത ബാധിച്ച ആളുകൾ, ചൂഷണക്കാർ. ഹീലിംഗ് ബാം, അല്ലെ, സുഖപ്പെടുത്തുന്ന ബാം. വാർ വിയറി യൂറോപ്പ്, അല്ലെ, ദുരിതം പേറിയ, യുദ്ധത്തിന് ശേഷമുള്ള ദുരിതം പേറിയ യൂറോപ്പ്, അല്ലെ. നോൺ വയലന്റ് മാൻ, അല്ലെ, മനുഷ്യന്, അല്ലെ. പ്രോഫിറ്റബിൾ സ്റ്റഡി, ഉപയോഗശൂന്യമായിട്ടുള്ള സ്റ്റഡി, അല്ലെ, ലാഭമില്ലാത്ത. സ്പിന്നിങ് വീൽ, സെൽഫ് കണ്ടെയ്നഡ്, സെൽഫ് സാക്രിഫൈസ്, അല്ലെ, സ്വയം ത്യാഗം ചെയ്യുക, സ്വയം പര്യാപ്തത. Then here is an excerpt from the Dreams Realized. He then went to describe how they came out of their homes in one mass and showed an awakening which was miraculous. The expression when has been highlighted. What does mean? നോക്കാം, അല്ലെ. ചില ഇത് വേർഡുകൾ, അല്ലെ, വെന്റ് ഓൺ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്, അല്ലെ, കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, തുടരുക എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഫ്രേസൽ വെർബ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വെന്റ് ഓൺ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. വെന്റ് ആൻഡ് ഓൺ ആർ ടു വേർഡ്സ് ഇൻ ഡിഫറെന്റ് മീനിങ്. ഇത് രണ്ടിനും രണ്ട് ഡിഫറെന്റ് ആയിട്ടില്ല. പോയി, ഓൺ, മുകളിൽ, രണ്ട് ഡിഫറെന്റ് മീനിങ് ആണ്. ബട്ട് വെൻ ദേ ആർ ഇൻ കമ്പൈൻഡ്, പക്ഷെ അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ they have totally different meaning. We call them phrasal verbs, അല്ലെ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് കിട്ടും. അതിന് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയും, അല്ലെ. ഒരുപാട് കാലമായില്ലേ നമ്മൾ ഫ്രേസൽ വെർബ്സ് പഠിക്കുന്നു. Now identify such expressions in the passage and write their meanings in your notebook, അല്ലെ. കുറച്ചും കൂടെ ഫ്രേസൽ വെർബ്സ് ഉണ്ട് കേട്ടോ. നോക്കാം. Bring out, emphasize or make something more evident, അല്ലെ, പുറത്തു കൊണ്ടുവരിക എന്നൊരർത്ഥത്തിലേക്കാണ് കേട്ടോ. അതുപോലെ കൂടുതൽ ഊന്നൽ നൽകുക എന്നൊരർത്ഥം, അല്ലെ. എന്തെങ്കിലും ഒരു മേക്ക് സംതിങ് മോർ എവിഡന്റ് ആയിട്ട്, അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പറയുക എന്നൊരർത്ഥത്തിലാണ് ബ്രിങ് ഔട്ട്. ടേൺ അപ്പ്, അറൈവ്, അല്ലെ, അറൈവ് ചെയ്യുക, അല്ലെ, അറൈവ്, അല്ലെ, അദ്ദേഹം അറൈവ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അദ്ദേഹം ഇന്നലെയാണ് അറൈവ് ചെയ്തെത്തിയത് നമ്മൾ പറയും, അല്ലെ. Then take part, to participate, അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ. Let's perform. You might have imagined the scene of the chaplain meeting Gandhiji. Won't it be exciting to present their conversation in the form of role play? Your teacher will help you perform the role play in the class, അല്ലെ. എന്ത് ചെയ്യാണ്? You might have imagined the scene of the chaplain meeting. ഗാന്ധിജി ആയിട്ട് ചാപ്ലിൻ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതെന്ത് ചെയ്യാണ്? അതൊരു റോൾ പ്ലേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പെർഫോം ചെയ്യണം. നോക്കാം. ഗാന്ധിജി. അപ്പൊ വെൽക്കം മിസ്റ്റർ ചാപ്ലിൻ, പ്ലീസ് ബി സീറ്റഡ്, അല്ലെ. ഗാന്ധിജി ഇങ്ങനെ പറയാണ്, വെൽക്കം ചാപ്ലിൻ, പ്ലീസ് ബി സീറ്റഡ്, അല്ലെ. അപ്പൊ ചാപ്ലിൻ പറയും, താങ്ക് യു മിസ്റ്റർ ഗാന്ധി, നൈസ് ടു മീറ്റ് യു, അല്ലെ. താങ്ക് യു മിസ്റ്റർ ഗാന്ധി, നൈസ് ടു മീറ്റ് യു. ബോത്ത് ഓഫ് ദം ഷേക്ക് ഹാൻഡ്സ്. ഇതൊക്കെ ഇങ്ങനെ എഴുതണം കേട്ടോ. ഒരു റോൾ പ്ലേക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ഉള്ളിലൂടെ ഒക്കെ ഉണ്ടാവും. ഓക്കെ. ദെൻ ഗാന്ധിജി, ഐ എം സോറി, ഐ ഡിഡ്ന്റ് നോ യു ബട്ട് മൈ സെക്രട്ടറി ടോൾഡ് മീ അബൌട്ട് യു. സോറി, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ സെക്രട്ടറി നിങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ചാപ്ലിൻ, നോ ഇഷ്യൂസ്. ഓ, ആ വിഷയാക്കണ്ട. ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗാന്ധിജി, ഓ, വാട്ട് ഡിഡ് യു ഹിയർ, അല്ലെ, താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത്? ചാപ്ലിൻ, ഐ ഹേർഡ് അബൌട്ട് യുവർ നോൺ വയലൻസ് മൂവ്മെന്റ് ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, ബട്ട് ഐ ഹാവ് ക്വസ്റ്റ്യൻ വൈ ആർ യു അഗെയിൻസ്റ്റ് മിഷണറി. ഞാൻ നിങ്ങളുടെ നോൺ വയലന്റ് മൂവ്മെന്റ്സിനെ കുറിച്ച് കേട്ടു, ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് കേട്ടു, പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മിഷണറിക്ക് എതിരായത് എന്നാണ്. Gandhiji, frankly speaking, our present population is suffering from unemployment. When machinery is implemented, their life will become more problematic, അല്ലെ. കൈകൊണ്ട് നെയ്ത് ജീവിച്ച ആളുകളുടെ ഇടയിലോട്ടാണ് മെഷീൻ വന്നത്. അപ്പൊ അത്രയും ആളുകൾക്ക് എന്തായി? തൊഴിൽ നഷ്ടപ്പെട്ടു, അല്ലെ. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ആളുകൾക്ക് തൊഴിൽ, ഈ മെഷീനിന്റെ കണ്ടുപിടുത്തം, മെഷീനുകൾ വന്നതോടുകൂടി തൊഴിലുകൾ ആൾക്കാർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ചാപ്ലിൻ, ഐ ഗോട്ട് യു, വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് വൺ? ഓ, എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ അടുത്ത
പ്ലാൻ എന്താണ് ഗാന്ധിജി? മൈ നെക്സ്റ്റ് പ്ലാൻ ഇസ് ടു മേക്ക് ആൻഡ് മൈ നാഷൻ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻ ഫുഡ് ആൻഡ് ക്ലോത്ത്. എന്റെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കണം ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിലും. വി വർ സെൽഫ് കണ്ടെയ്ൻഡ്, ഞങ്ങൾ ഓൾറെഡി സെൽഫ് കണ്ടെയ്ൻഡ് ആണ്, ഇവിടെ ഒരു സ്വയം പര്യാപ്തരാണ്. ഐ വാണ്ട് ടു ബി സോ അഗൈൻ. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും വേണം. ദെൻ ചാപ്ലിൻ, ഗ്രേറ്റ്, ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. അത് ഉഷാറായി, ഞാൻ നിങ്ങളുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗാന്ധിജി, താങ്ക് യു, ഐ ഹേർഡ് ദാറ്റ് യു കം ഫ്രം മീ പീപ്പിൾ ആൻഡ് ലൈഫ് ഫോർ പീപ്പിൾ ആൻഡ് യു ഹാവ് മെയ്ഡ് മില്യൺസ് ഓഫ്. അല്ലെ, അപ്പൊ ഗാന്ധിജി പറയാണ്, താങ്ക് യു, ഐ ഹേർഡ് ദാറ്റ് യു കം ഫ്രം ദ പീപ്പിൾ, ഐ ലീവ് ഫോർ ദ പീപ്പിൾ ആൻഡ് യു ഹാവ് മെയ്ഡ് മില്യൺസ് ഓഫ്. അല്ലെ, അപ്പൊ ഓക്കെ, ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഒരുപാട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചാപ്ലിൻ, ദാറ്റ്സ് കറക്റ്റ്. അതെ, അത് ശരി തന്നെയാ. ബട്ട് ഐ ടു നീഡ് ടു ഡു സംതിങ് ലൈക്ക് യു. പക്ഷെ എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഒക്കെ അവർക്ക് വേണ്ടി ചെയ്യണം, താങ്കൾ ചെയ്യുന്നത് പോലെ. ഗാന്ധിജി, റിയലി? ശരിക്കും? മൈ ബെസ്റ്റ് വിഷസ്, ഞാൻ നിങ്ങളെ ആശംസകൾ നേരുന്നു. ചാപ്ലിൻ, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ പ്രീഷ്യസ് ടൈം വിത്ത് മീ. താങ്കളുടെ വിലപ്പെട്ട സമയം എന്റെ കൂടെ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഗാന്ധിജി, യു ആർ വെൽക്കം, ഹോപ്പ് ടു മീറ്റ് യു അഗൈൻ. ഓ ഓക്കെ, വെൽക്കം, നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാമെന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് പറയാണ്. ചാപ്ലിൻ, ഷുവർ, താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റീസ് വരുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ, പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അല്ലെ. സ്പീച്ച് വരുന്നുണ്ട്, കോൺവെർസേഷൻ വരുന്നുണ്ട്, ലെറ്റർ വരുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ചാപ്റ്റർ നന്നായിട്ട് പഠിച്ച വ്യക്തിക്ക് ഏത് ടൈപ്പ് ആക്ടിവിറ്റി വന്നാലും അതിലൊരു 4 ഡയലോഗ്സ് എടുത്തിട്ട് എഴുതാൻ കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് സ്പീച്ചിനാണെങ്കിലും ലെറ്ററിനാണെങ്കിലും കോൺവെർസേഷനാണെങ്കിലും നമുക്ക് അതിലോട്ട് എടുത്തിടാൻ കഴിയും. സോ ആക്ടിവിറ്റീസ് നന്നായിട്ട് ലിസൺ ചെയ്യാൻ. നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.